ഹായ്, എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന ഒരു ഏരിയ ആയിരുന്നു. അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് ബാർ ഡയഗ്രാം. അപ്പോൾ ബാർ ഡയഗ്രത്തെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാർ ഡയഗ്രാംസ് ഇൻ ആർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇന്ന് രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ ഡയഗ്രത്തിലെ നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് കുറച്ച് നമുക്കറിയാം. ആ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാർ ഡയഗ്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും, അതായത് നമ്മുടെ ആർ പ്രോഗ്രാമിങ്ങിൽ ബാർ ഡയഗ്രാം എന്ന ഹെൽപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന എല്ലാ ആർഗ്യുമെൻറ്റ്സിനെയും പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കോഡുകളെല്ലാം ബാർ ഡയഗ്രാമത്തെ പറ്റി പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ബാർ ഡയഗ്രാമത്തിനെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ബാർ പ്ലോട്ടുകളെ നമുക്ക് നാലായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് സിമ്പിൾ ബാർ പ്ലോട്ട്. ഈ സിമ്പിൾ ബാർ പ്ലോട്ട് തന്നെ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വെച്ചാണ് നമ്മൾ ബാർ പ്ലോട്ടിനെ നമ്മൾ വരയ്ക്കാറുള്ളത്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചിട്ടും നമ്മളതിനെ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റാക്ക്ഡ് ബാർ പ്ലോട്ടാണ്. പിന്നീട് വരുന്നത് ഗ്രൂപ്പ്ഡ് ബാർ പ്ലോട്ടാണ്. ഓക്കെ, ഈ ആദ്യത്തെ രണ്ട് കേസുകളിലും, അതായത് സിമ്പിൾ ബാർ പ്ലോട്ടിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ബാർ പ്ലോട്ടിനെ പറയാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്കുണ്ടാകുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ കൂടി എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾസിൻ്റെ നെയിംസും വൈ ആക്സിസിൽ അതിൻ്റെ ഫ്രീക്വൻസിയുമാണ് മെൻഷൻ ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ബാർ പ്ലോട്ടിൽ ചെയ്യുന്നത്. ഇതിന് എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അതായത് വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾസ് നെയിംസ് മെൻഷൻ ചെയ്യുന്നു. എക്സ് ആക്സിസിൽ അതിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഹൊറിസോണ്ടൽ ബാർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക്ഡ് ബാർ പ്ലോട്ട് ആയാലും ഗ്രൂപ്പ്ഡ് ബാർ പ്ലോട്ട് ആയാലും നമുക്കിതിൽ നിന്നും ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ അല്ല, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാക്ക്ഡ് ആയാലും ഗ്രൂപ്പ്ഡ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് ബാർ പ്ലോട്ട് ആണെങ്കിൽ കൂടി നമുക്ക് ആർ കോഡ് ഉപയോഗിച്ച് വരക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ലൈനിലെ മാറ്റം കൊണ്ട് മാത്രം നമുക്ക് ഈ രണ്ട് പ്ലോട്ടുകളെയും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. വൺ ഡയമെൻഷൻ്റെ കേസിലാണ്, ഡാറ്റ വൺ ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബാർ പ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 2 ഡയമെൻഷനോ അല്ലെങ്കിൽ അതിലധികമോ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാക്ക്ഡ് ബാർ പ്ലോട്ടും അതേപോലെ ഗ്രൂപ്പ്ഡ് ബാർ പ്ലോട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂസ് ചെയ്തിരുന്ന ഡാറ്റ സെറ്റ് ആയിരുന്നു എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂസ് 1, 1, 2, 2, 3 എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ സെറ്റ് ആയിരുന്നു നമ്മൾ എക്സിലോട്ട് സ്റ്റോർ ചെയ്തിരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വൈയിലോട്ട് അതിൻ്റെ ടേബിളിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു, കാരണം നമ്മൾ എക്സിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന 6 വാല്യൂസും 6 ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മുടെ മനസ്സിലാക്കുക, ബാർ പ്ലോട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ 6 ഫ്രീക്വൻസി ലൈൻസ് അവിടെ കിട്ടും. അപ്പോൾ അതിൽ അവസാനത്തെ ലൈനിൻ്റെ ഫ്രീക്വൻസി 3 ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു 6 ലൈൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, 6 ലൈൻ അല്ലെങ്കിൽ ബാർ ലൈനിൻ്റെ വിഡ്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കത് ബാറിലോട്ട് മാറ്റാൻ സാധിക്കും. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത്. അതിൻ്റെ എലിമെൻ്ററി കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ടേബിൾ എന്ന് പറയുന്ന ഒരു കമാൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈ എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിൾ കിട്ടി. ആ വേരിയബിൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, 2 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, 3 എന്ന് പറയുന്ന വേരിയബിൾ, അങ്ങനെ 3 വേരിയബിൾസ് നമുക്കുണ്ട്. ആദ്യത്തെ വേരിയബിളിൻ്റെ ഫ്രീക്വൻസി 3 ആണ്, രണ്ടാമത്തെ വേരിയബിളിൻ്റെ ഫ്രീക്വൻസി 2 ആണ്, മൂന്നാമത്തെ വേരിയബിളിൻ്റെ ഫ്രീക്വൻസി എത്രയായിരുന്നു, 1 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ബാർ പ്ലോട്ട് എന്നായിരുന്നു അതിൻ്റെ കോഡ് ഉണ്ടായിരുന്നത്. അവിടെ പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് വരുന്നത് വൈ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ വേരിയബിളിനോട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുന്നു.
പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ബാർ പ്ലോട്ട് കിട്ടി. ഓക്കെ, ആ ബാർ പ്ലോട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിസിൽ 3 വാല്യൂസ് ഉണ്ട്. ആ 3 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഈ കടിക്കുന്ന ഈ ഹൊറിസോണ്ടലോട്ട് മാറ്റാം, ഈ വെർട്ടിക്കൽ കിടക്കുന്ന ലൈൻസിനെ എങ്ങനെ ഹൊറിസോണ്ടലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഡ് ഇതേ സെയിം കോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബാർ പ്ലോട്ട് എന്നുള്ള കോഡ് നമ്മൾ യൂസ് ചെയ്തു. അതിനുശേഷം y എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു കമൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, HORIZ അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അത് അവിടെ നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രൂ എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ലൈൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി, എക്സ് ആക്സിസിൽ കിട്ടുന്ന വാല്യൂസ് എങ്ങോട്ട് മാറി, y ആക്സിസിലോട്ട് മാറി. കണ്ടില്ലേ, രണ്ട് തമ്മിൽ വരുന്ന വ്യത്യാസം ഇത്രയേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് മാറ്റണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കമൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് LAS എന്ന് പറഞ്ഞൊരു കമൻറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ LAS എന്ന് പറഞ്ഞൊരു കമൻറ്റ് യൂസ് ചെയ്തിട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തായിട്ട് മാറും, ഈ 3 എന്ന് പറയുന്നതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന ഏത് വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ബാർ പ്ലോട്ടിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കണമെങ്കിലും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടാനും കുറക്കാനും എല്ലാം നമുക്ക് പറ്റും. അതുപോലെ തന്നെ അതിനിടയിലെ ഗ്യാപ്പ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ബാർ പ്ലോട്ടിൽ സിമ്പിൾ ബാർ പ്ലോട്ടിൽ നമ്മൾ ഹെഡറും അതുപോലെ എക്സ് ആക്സിനും y ആക്സിനും ഒക്കെ വാല്യൂസ് കൊടുത്തിരുന്നു. അതേ സിൻടാക്സ് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 2 ഡയമെൻഷണൽ ഇൻഫോർമേഷൻസ് ഉള്ള സമയത്തുള്ള നമ്മൾ ബാർ പ്ലോട്ടുകളാണ്. ഇവിടെ 1 ഡയമെൻഷൻ ആയിരുന്നു. എന്താണ് ഡയമെൻഷൻ 1 എന്ന് പറയാൻ കാരണം, ഇവിടെ നമ്മുടെ വേരിയബിൾസ് ആണ്. ഇവിടെ 3, 1, 2 എന്ന് പറയുന്നതിന് ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓക്കെ, കാരണം ഇത് 1 ഇവിടെ ഇടാം, 2 ഇവിടെ ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്തിടാം. കാരണം ഇവിടെ ഈ 1, 2, 3 എന്ന് പറയുന്നത് ആരെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ മാത്രമാണ്. മാത്രമല്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഫ്രീക്വൻസിക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ മെഷർ ചെയ്യുന്നത് ഒരൊറ്റ ലൈനിൽ മാത്രമേ ഉള്ളൂ, ഇതിന് മാത്രമേ മെഷർമെൻറ്റ്സ് ഉള്ളൂ. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ആയതിനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷനിൽ മാത്രം ഇൻഫോർമേഷൻസ് ഉള്ള ഒരു പ്ലോട്ടായിരുന്നു. ഓക്കെ, ഇനി ഇതേ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് 2 വേരിയബിൾസ് 2 ഇതുപോലത്തെ ക്വാണ്ടിറ്റികൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒരു ഡാറ്റ സെറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഡാറ്റ സെറ്റ് എടുക്കാൻ പോവാണ്. ആ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MT കാർസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്ന ഒരു ഡാറ്റ സെറ്റാണ് MT കാർസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചുമ്മാ ലോഡ് ചെയ്യുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ നമുക്കറിയാം ഹെഡ് എന്ന് പറയുന്ന നമുക്കൊരു കോഡ് ഉണ്ട്. ഓക്കെ, ഹെഡ് എന്ന് പറഞ്ഞ കോഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, MT കാർസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വേരിയബിൾസ് കിടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണാം. ഒരുപാട് വണ്ടിയുടെ മോഡൽസ്, അതിന് MPG സിലിണ്ടർ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം 2 വേരിയബിൾസ് എനിക്ക് വേണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഞാൻ ഒരു വേരിയബിൾ, ഇപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കാറിൽ ഈ പറയുന്ന പോലെ സിലിണ്ടറുകളുടെ എണ്ണം കൂട്ടാം കുറയാം ഒക്കെ നമുക്ക് എല്ലാവരും അറിയാവുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ MT കാർസ് എന്ന് പറയുന്നതിൻ്റെ ഈ ഒരൊറ്റ വേരിയബിൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്യുന്നു. ആ വേരിയബിൾ ഏതായിരുന്നു, ഈ CYL എന്ന് പറഞ്ഞൊരു വേരിയബിൾ മാത്രം. ഓക്കെ, ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്കാരാണെങ്കിൽ CYL എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, ഇത് മാത്രം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഇതെന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6, 6, 6, 8 അങ്ങനെ ഈ പറയുന്ന 6ഉം 8ഉം 4ഉം അത്രയും സിലിണ്ടറുകളാണ് നമുക്കുള്ളത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വേരിയേഷൻസ് ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്ലോട്ട് വരയ്ക്കരുത് നമുക്കറിയാം, കാരണം ഒരു എററാണിത്. അപ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോക്സ് പ്ലോട്ട് എനിക്ക് വരയ്ക്കണമെങ്കിൽ ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മാറ്റണം, ഇതിനെ നമുക്ക് ടേബിളിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ടേബിൾ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ 4 എന്ന് പറയുന്നത് CYL 4 11 ഒബ്സർവേഷൻസ് ഉണ്ട്, 6 7 ഒബ്സർവേഷൻസ് ഉണ്ട്, 8 14 ഒബ്സർവേഷൻസ് എനിക്കുണ്ട് എന്ന് മനസ്സിലായി. അടുത്തതായിട്ട് നമുക്കൊരു വേരിയബിളും കൂടി വേണം. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഞാൻ ഗിയർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ടേബിൾ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം MT കാർസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഡോളർ എന്ന് ടൈപ്പ് ചെയ്തു.
അപ്പോൾ എനിക്ക് ഇതിൽ വരാവുന്ന എല്ലാ വേരിയബിൾസും അവർ മെൻഷൻ ചെയ്ത് തരും. അതിൽ ഞാൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. അപ്പോൾ ഗിയറുകളുടെ എണ്ണമാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ 3, 4, 5 അങ്ങനെ 3 ഗിയർ സിസ്റ്റം, 3 ടൈപ്പ് ഗിയർ സിസ്റ്റം ഉള്ള കാറുകളാണ് നമുക്കുള്ളത്. ആ 3 ഗിയറുള്ള 15 കാറുകളുണ്ട്, 4 ഗിയറുള്ള 12 കാറുണ്ട്, 5 ഗിയറുള്ള 5 കാറ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇത് വെച്ചുകൊണ്ട് ഞാൻ 2 ഡയമെൻഷനൽ ആയിട്ട് വരുമ്പോൾ ഒരു കണ്ടിജൻസി ടേബിൾ എനിക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് വരുന്ന ഒരു ടേബിൾ എന്നുള്ളിടത്ത് ഞാനിവിടെ ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതായത് MT കാർസ്, ഓക്കെ, ഡോളർ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് സിലിണ്ടറാണ്, CYL ആണ്, കോമ, നെക്സ്റ്റ് MT കാർസ് ഡോളർ, ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു, എൻ്റെ ഗിയർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്താണ് വരുന്നത് നോക്കി നോക്കാം. നോക്കൂ, അവിടെ വന്നിട്ടുള്ളത് ഈ പറയുന്ന 3, 4, 5 എന്ന് പറയുന്നത് ഗിയർ സിസ്റ്റമാണ്. ഓക്കെ, 4, 6, 8 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ CYL എന്ന് പറഞ്ഞ സിലിണ്ടറാണ്. ഓക്കെ, അപ്പം 3 ഈ പറയുന്ന മൂന്ന് ഗിയറുള്ള വണ്ടികളിൽ ഒരു വണ്ടിക്ക് മാത്രമാണ് ഈ പറയുന്ന 4 സിലിണ്ടർ ഉള്ളൂ. ഓക്കെ, 3 ഗിയറുള്ള വണ്ടികളിൽ 2 എണ്ണത്തിനാണ് 6 സിലിണ്ടർ ഉള്ളത്. 3 ഗിയറുള്ള വണ്ടികളിൽ 12 എണ്ണത്തിന് എത്രയാണ് വരുന്നത്, 8 സിലിണ്ടറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണത്തിൻ്റെ 3 ഗിയറുള്ള വണ്ടികൾ എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 12 + 2 + 1 15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സിമിലർലി ഈ പറയുന്ന പോലെ 8 സിലിണ്ടറുള്ള വണ്ടികൾ 14 എണ്ണം മൊത്തം ഉണ്ട്. കണ്ടോ, 8 സിലിണ്ടറുള്ളത് 14 എണ്ണം ഉണ്ട്. അതിൽ 12 എണ്ണത്തിന് 3 ഗിയറാണുള്ളത്, 4 ഗിയറുള്ള ഒരൊറ്റ വണ്ടിയില്ല, 5 ഗിയറിൽ 2 വണ്ടി ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടാവുന്ന ഒരു മെത്തേഡാണ് ഈ ടേബിൾ എന്ന് പറയുന്നൊരു കമൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടേബിൾ എന്ന് പറയുന്ന കമൻറ്റിനെ ഞാൻ എന്തായിട്ട് ചൂസ് ചെയ്യുന്നു, എൻ്റെ പുതിയൊരു ഡാറ്റയായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഈസ് ഈക്വൽ ടു ദിസ് വൺ ഞാനിങ്ങനെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ ഇതിനെന്ത് ചെയ്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റൺ ചെയ്തു. അപ്പോൾ ഇത് ഡാറ്റയിലോട്ട് അത് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്ത് തരുന്ന പോലെ ബാർ പ്ലോട്ട് വരച്ച് നോക്കുകയാണ്. ബാർ പ്ലോട്ട്, ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാർ പ്ലോട്ട് വരക്കുന്നു. ഓക്കെ, അപ്പോൾ വരക്കുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നു നോക്കി നോക്കൂ, ഇതാ കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ 3, 4, 5 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് 3, 4, 5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു. ഓക്കെ, നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും. 3, 4, 5 എന്ന് പറയുന്നത് നമ്മുടെ ഗിയറുകളായിരുന്നു. അപ്പോൾ 3ാമത്തെ ഗിയർ, 4ാമത്തെ ഗിയർ, 5ാമത്തെ ഗിയർ. ഓക്കെ, ഫൈൻ. അതിനുശേഷം 3ാമത്തെ ഗിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറയുന്ന 4 സിലിണ്ടർ ഉള്ള ഒരു ഒബ്സർവേഷനെ നമുക്കുള്ളൂ. കണ്ടോ, 0ൻ്റെയും 1ൻ്റെ ഇടയിലും സെൻറ്ററിൽ വരുന്നത്, അപ്പോൾ 1 ആണ്. രണ്ടാമത്തേത് വരുന്നത് 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 6 സിലിണ്ടർ ഉള്ളത് എത്ര ഉണ്ട്, നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 1, 2, 3. അപ്പോൾ 1ൽ നിന്ന് 3ലോട്ട് വരുമ്പോൾ 2 ഒബ്സർവേഷൻസ് ആയി. ഓക്കെ, ബാക്കി വരുന്ന 6 ഒബ്സർവേഷൻസും 12 ഒബ്സർവേഷൻസും എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, 8 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമിലർലി നമുക്ക് ഇവിടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റാക്ക്ഡ് ആയിട്ടുള്ള ഒരു ബാർ പ്ലോട്ടാണ്. ഓക്കെ, നമ്മുടെ മൊസൈക്ക് പ്ലോട്ട് എന്നൊക്കെ പറയുമല്ലോ, ആ മൊസൈക്ക് പ്ലോട്ടിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വെർഷനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ 2 ടൈപ്പ് ഡാറ്റകൾ ഒരുമിച്ച് വരുന്ന കണ്ടിജൻസികളൊക്കെ വരുമ്പോൾ സ്ക്വയർ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ, ആ സമയത്തൊക്കെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏത് ടെസ്റ്റിങ്ങുകൾ, ഒരുപാട് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്, എപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യണം. അത് ഗ്രാഫിക്കൽ പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ ഒരു സ്ക്വയർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ തീർച്ചയായും എന്ത് ചെയ്യണം, ആദ്യം ഈ പറയുന്ന ഒരു സ്റ്റാക്ക്ഡ് ആയിട്ടുള്ള ഒരു ബാർ ഡയഗ്രം യൂസ് ചെയ്യണം. ഇതിൽ നിന്ന് അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. കാരണം 3, 4, 5 എന്ന് പറയുന്ന ഗിയർ സിസ്റ്റത്തിന് 4, 6, 8 എന്ന് പറയുന്ന നമ്മുടെ സിലിണ്ടറുകളുമായി ബന്ധം ഇല്ല എന്നാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് വെക്കുന്നെങ്കിൽ, അതുണ്ടോ ഇല്ലയോ എന്നുള്ള ഗ്രാഫിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. കാരണം ഗിയറുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് സിലിണ്ടറുകളുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കളറുകൾ കൊടുക്കാം, ലെജൻസ് കൊടുക്കാം, പിന്നെ ഈ പറയുന്നതിനെ റൊട്ടേറ്റ് ചെയ്യാം, അതിൻ്റെ ഹെഡർ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ സാധാരണ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കിനി രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന സിമ്പിൾ ബാർ പ്ലോട്ട് നമ്മൾ വരച്ചു, ഹൊറിസോണ്ടൽ ബാർ പ്ലോട്ട് വരച്ചു, ഇനി സ്റ്റാക്ക്ഡ് ബാർ പ്ലോട്ട് നമ്മൾ വരച്ചു. ഇനി വരുന്നത് എന്താണ്, ഗ്രൂപ്പ്ഡ് ആണ്.
ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ളത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതേ കമൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേ കമൻറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിലേ നമ്മൾ ജസ്റ്റ് ഒരു കമൻറ്റും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ബിസൈഡ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട്. ആ ബിസൈഡ് എന്ന കമൻറ്റിന് നമ്മൾ ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാറ്റം വരുന്നു നോക്കൂ. ഇവിടെ വന്നതിൽ ചെറിയൊരു മാറ്റം വന്നു. എന്താണ് ആ മാറ്റം വന്നത്? നമ്മുടെ നേരത്തെ ടേബിൾ ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് വെക്കുകയാണ്. 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഗിയർ സിസ്റ്റം ഉള്ളത്. ഓക്കെ, ഈ 3 ഗിയർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 വാല്യൂസ് ഇവിടെ എടുക്കുന്നുണ്ട്, 3 സിലിണ്ടറുകൾ. അപ്പോൾ 3 എന്നുള്ള ഗിയർ സിസ്റ്റം ഇവിടെ എടുത്തു. ആ 3 ഗിയർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ ഒബ്സർവേഷൻസിനും ഓരോന്നായിട്ട് ഒരു സിമ്പിൾ ബാർ ഡയഗ്രം ഇവിടെ വരച്ചു. ഓക്കെ, അതേപോലെ തന്നെ 4 എന്ന് പറയുന്ന ഗിയർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിമ്പിൾ ബാർ ഡയഗ്രം ഇവിടെ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് 5നും കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ബാർ ഡയഗ്രം വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ആറിൽ വളരെ എളുപ്പമാണ്. അത് ഈ പറഞ്ഞ പോലെ ബിസൈഡ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബാർ ഡയഗ്രം നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൽ വേണമെങ്കിൽ ലെജൻസ് കൂടി ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കി നോക്കാം. ലെജൻസ് കൊടുക്കാനൊന്നും വളരെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. കാരണം ഇവിടെ ഈ ലെജൻസ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് തന്നെ വരുന്നുണ്ട്. ആ ലെജൻസ് ടെക്സ്റ്റ് എന്നുള്ളടത്ത് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടോ, ഇതാണ് ഫസ്റ്റത്തെ കേസിൽ നമ്മൾ വന്നിട്ടുള്ള സ്റ്റാക്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന കേസിൽ ലെജൻസിൽ നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ലെജൻഡ് വന്നത്. ഇനി അതേസമയം നമുക്ക് ഇതേ കോഡ് തന്നെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഏത് യൂസ് ചെയ്യാണ്? ബിസൈഡ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് കൂടി യൂസ് ചെയ്യാണ്. ബിസൈഡ് യൂസ് ചെയ്യുന്നതിനാ നമുക്കറിയാം. ഓക്കെ, ബിസൈഡ് എന്നുള്ള കമൻറ്റ് യൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് കിട്ടി? കണ്ടോ, 2 പ്ലോട്ടുകൾ നമുക്ക് കിട്ടി. ഈ 2 പ്ലോട്ടുകളിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, പാർ കമൻറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, പാർ കമൻറ്റിൽ എം മെട്രിക്സ് ഫ്രം റോ എം എഫ് ആർ ഒ. ഓക്കെ, ഫോർ ഈസ് ഈക്വൽ ടു C1,2. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടി. അതിന് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, 2 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെജൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2 പ്ലോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബാർ ഡയഗ്രത്തെ പറ്റിയിട്ട് എലമെൻ്ററി ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ബാർ ഡയഗ്രം എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു ഡയമെൻഷനിൽ മാത്രമേ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേറെ ടെക്നിക്കാണ് ഈ പറഞ്ഞ സ്റ്റാക്ക്ഡ് അതല്ലെങ്കിൽ സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റക്കല്ല നമ്മൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കാണ്. അപ്പോൾ വൺസ് നമ്മളൊരു അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റിനെയർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ വേരിയബിൾസ് നമ്മൾ മെൻഷൻ ചെയ്യണം. ആ ഓരോ വേരിയബിൾസിലെയും വേരിയബിൾസ് എല്ലാം ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ നോക്കണം. ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ, ക്വാണ്ടിഫൈ ചെയ്യുന്നതല്ലാതെ കൗണ്ട് മാത്രം നോക്കുന്ന ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് വരയ്ക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്ലോട്ടാണ് ബാർ ഡയഗ്രാം. അതല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ബാർ ഡയഗ്രത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആറിൽ വരയ്ക്കാവുന്ന കോഡുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അതിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്താണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കോഡാണ് നമ്മൾ ഈ പറയുന്ന സബ് ഡിവൈഡഡ് അല്ലെങ്കിൽ സ്റ്റാക്ക്ഡ് ബാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ബാർ ഡയഗ്രത്തിൻ്റെ എലമെൻ്ററി ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ബാർ ഡയഗ്രത്തിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഇനി നമ്മളിതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ബാർ ഡയഗ്രത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പോസിബിലിറ്റീസും, കുറേ പേര് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചിരുന്നത് ഇതിലെങ്ങനെ ലെജൻസുകൾ, നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻബിൽട്ട് ആയിട്ട് ലെജൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ എങ്ങനെ ലെജൻസിൽ കൊണ്ടുവരാൻ സാധിക്കും, അതേപോലെ തന്നെ ഇതിലെങ്ങനെ നമുക്ക് ലെജൻസിലൊക്കെ എപ്പോഴും അല്ലെങ്കിൽ ഹെഡറിലും ഫൂട്ടറിലും ഒക്കെ നമുക്ക് എപ്പോഴും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരും. എക്സ് സ്ക്വയർ, ലാംഡ, അങ്ങനത്തെ ടേംസുകളൊക്കെ ഗ്രീക്ക് ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല കളർഫുള്ളായിട്ട് കളറുകൾ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്നുള്ള കളറുകളോ പേരുകളോ മാത്രമല്ലാതെ ഓരോ പേരുകളെയും അനുസരിച്ച് നമുക്ക് കളറുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ കോഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കളറിൻ്റെ വെറൈറ്റികൾ വരുന്നുണ്ട്. അതുപോലെ ഇതിലൊക്കെ ഒരു ലൈൻസ് വരക്കുന്ന എങ്ങനെ, ഇതിൻ്റെ മുകളിൽ കൂടെ കർവ് വരക്കുന്ന എങ്ങനെ, അങ്ങനെ ബാർ ഡയഗ്രത്തിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട്
നമുക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.